ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഈവനിങ് ഡേ ഔട്ട് എന്ന് പറയുന്നത് ഈ ഒരു ചെടി വീട്ടിലോട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്ലവർ ഷോന് പോയപ്പോൾ 3-4 ചെടികൾ വാങ്ങിയത് കണ്ടില്ലേ? അതൊക്കെ റീപോർട്ട് ചെയ്യാനുള്ള കുറച്ച് ചകിരിച്ചോറ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇഷ്ടം പോലെ ചെടികൾ കാണുമ്പോൾ എന്തായാലും ഒരു 3-4 ഏട്ടൻ വാങ്ങിത്തരും എന്നുള്ള പ്രതീക്ഷയും എനിക്കുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ജയേട്ടൻ്റെ കടയാണ്. കടയല്ല, ആക്ച്വലി ഇത് അവരുടെ വീടാണ്. ഇവിടെ തന്നെയാണ് ചെടികൾ വിൽക്കുന്നത്. നേരത്തെ നമ്മൾ ഒരുപാട് ചെടികൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലോട്ട് ഞാൻ കുറേ ചെടികൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഫ്ലവർ ഷോയിലൊക്കെ കാണുന്നതിനെ അപേക്ഷിച്ച് ഇവിടെ നമുക്ക് വില കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് ചെടികൾ വാങ്ങാറുള്ളത്. ഇത് അവരുടെ ഇൻഡോർ പ്ലാന്റിൻ്റെ കളക്ഷനാണ്. ഏട്ടൻ ഈ ഇൻഡോർ പ്ലാന്റുകളോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പുള്ളി ഈ ഏരിയയിലോട്ട് അധികം അങ്ങോട്ട് മൈൻഡ് ചെയ്തില്ല. പിന്നെ നമുക്കങ്ങനെ ഇൻഡോർ ഔട്ട്ഡോറൊന്നുമില്ല, എന്തായാലും ചെടി കിട്ടിയാൽ മതി. വെറുതെ കുറച്ചു നേരം അവിടേക്ക് നടന്ന് നോക്കിയെങ്കിലും ഈ ഏരിയയ്ക്ക് നിന്ന് അങ്ങോട്ടൊന്നും വാങ്ങിക്കാൻ ഏട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് ചുമ്മാ എല്ലാം വീഡിയോ എടുത്ത് നോക്കിയിട്ട് ആ ഏരിയ നമ്മൾ വെറുതെ അങ്ങ് കവർ ചെയ്ത് വിട്ടു. പിന്നെ വാവയാണെങ്കിൽ എല്ലാം നല്ല സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ചെടി വിഷയത്തിൽ നമ്മളെപ്പോലെ പുള്ളിക്കാരിയും തൽപരകക്ഷിയാണെന്നാണ് തോന്നുന്നത്. ഈ ഒരു ചെടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ചട്ടിയിലുള്ള ചെടികൾക്കൊക്കെ കുറച്ച് വില കൂടുതലായതുകൊണ്ട് വാങ്ങിച്ചില്ല. ഏകദേശം അതിൻ്റെ ഇലയോട് സാമ്യമുള്ളൊരു ടൈപ്പാണ് ഈ ഒരു ചെടി. ഇഷ്ടം പോലെ റോസസും ഉണ്ടായിരുന്നു. നല്ല കൊലകൊലയായിട്ട് പൂവിരുന്ന റോസസും അല്ലാത്തതും ഒക്കെ ഉണ്ടായിരുന്നു. 2 നമ്മളും വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണ് വാങ്ങിയെന്നുള്ളത്. ഏട്ടൻ എല്ലാത്തിനും വില ചോദിക്കുന്നുണ്ടായിരുന്നു. ചോദിക്കുമ്പോഴൊക്കെ ചട്ടിയിലുള്ള ചെടികൾക്ക് ഭയങ്കര വിലയായിരുന്നു. ഈ ബോഗൺവില്ലയുടെ ഫാനാണ് നമ്മൾ രണ്ടാളും. പക്ഷേ അതും 200-250 രൂപയൊക്കെ ഉള്ളതുകൊണ്ട് വാങ്ങിച്ചില്ല. പിന്നീടാവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ചു നേരം ഞാൻ അവിടെ നിന്ന് ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ടുള്ള പ്രഹസനമായിരുന്നു. നിൻ്റെ മരമോന്ത വീഡിയോയിൽ കാണിക്കണ്ട, മോളെ വേണേ കാണിച്ചോ നേട്ടൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഈ വീഡിയോസൊക്കെ കഷ്ടപ്പെട്ടെടുക്കുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നതൊക്കെ ഞാനാണെന്ന് 4 ആൾ അറിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ കുറച്ചു നേരം അവിടെ കാണിച്ചു. പിന്നെ വീണ്ടും നമ്മുടെ ബോഗൺവില്ല കളക്ഷൻസൊക്കെ നോക്കി നടന്നു. അവിടെ ഉണ്ടായിരുന്നൊരു പൂച്ചയിലായിരുന്നു വാവയുടെ കോൺസെൻട്രേഷൻ. പൂച്ച എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവൾ നല്ലോണം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്നെ കാണിച്ചു തരികയാണ്. ദേ അമ്മേ, പൂച്ച ഇങ്ങനെയാക്കുന്നു എന്നും പറഞ്ഞ്. അത് കഴിഞ്ഞ് 3-4 ചെടികളും വാങ്ങി നമ്മളിങ്ങോട്ട്